നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ സ്നേഹത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ഈ വ്യക്തി ഓരോന്നായി തിരിച്ചറിയുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളോട് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ കാണുവാൻ കഴിയുന്നത് വളരെയധികം ഒരുപാട് സത്യങ്ങൾ, ജീവിത അനുഭവങ്ങളും ജീവിത സത്യങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ഓരോ ജീവിതവും. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെയും സത്യസന്ധമായിട്ടുള്ള രീതിയിലും ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ ഒരു ജീവിതം കണ്ടിട്ട് ഈ വ്യക്തി പലപ്പോഴും അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് അഭിമാനത്തോടെയും അതുപോലെ തന്നെ അഹങ്കാരത്തോടെയും മുന്നോട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഇത്രയും അഹങ്കാരിയായ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും കുലീനത നിറഞ്ഞ നിങ്ങളെ ലഭിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് അന്നും ഇന്നും അത്ഭുതം തന്നെയാണ്. ഈ വ്യക്തി ഒരു കാരണവശാലും ആരുടെയും വലയിൽ വീഴുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ആരുടെയും സ്നേഹത്തിന് മുന്നിൽ അടിയറവ് വെക്കുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷേ നിങ്ങളുടെ ആകർഷണ വലയത്തിൽ ഈ വ്യക്തി വീണുപോയി. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പ്രണയത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ ആയതിനു ശേഷമായാലും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുവാനോ അത് നല്ല പ്രവർത്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുവാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില ചിന്തകളും രീതികളും വിശ്വാസങ്ങളും പ്രവർത്തികളും കർമ്മങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും ദുരാഗ്രഹം, അത്യാഗ്രഹം അല്ലെങ്കിൽ അഹങ്കാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിറഞ്ഞു നിന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പോസിറ്റീവ് ലഭിക്കാതെ ഇരുന്ന സാഹചര്യങ്ങളിൽ പോലും ഈ വ്യക്തി അഹങ്കാരം കൊണ്ട് അതിനെ നിറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുമായി കണ്ടുമുട്ടിയതിന്റെ പിന്നിലുള്ള മറഞ്ഞു കിടക്കുന്ന പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അന്വേഷിക്കാനോ നിന്നിട്ടില്ല. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇത് സാധാരണ രീതിയിൽ വരുന്ന ഒരു പ്രണയബന്ധമാണെന്നും അത് കുറച്ചു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും ചില ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ ഇത് തന്നെ വിട്ടു പോയിക്കൊള്ളും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് തെറ്റി. കാരണം ഈ വ്യക്തി വിചാരിച്ചിട്ടുള്ള വളരെയധികം യാതൊരു തരത്തിലും പ്രാധാന്യം കൊടുക്കാതെയുള്ള കാര്യങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തെയും ഈ വ്യക്തി പ്രതിഷ്ഠിപ്പിച്ചിരുന്നത്. അതായത് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങളുടെ ലിസ്റ്റിൽ മാത്രം. പക്ഷെ ഇന്നിപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും തിരിച്ചറിവുകളും കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ നിന്നും ഒരുപാട് സത്യങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മര്യാദകളും നല്ല നല്ല പാഠങ്ങളും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഹൃദയം ഒന്ന് വേദനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചില സമയങ്ങളിൽ ഈ വ്യക്തി വളരെ നന്നായി നിങ്ങളോട് പെരുമാറും. എന്നാൽ മറ്റു ചില സമയങ്ങളിലോ വളരെയധികം അഹങ്കാരത്തോടെയും വാശിയോടെയും തന്നെയാണ് പെരുമാറ്റം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ അതിൽ നിന്നൊന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു പ്രവൃത്തിയുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും തകർന്നു വീഴുകയില്ല. കാരണം നിങ്ങൾ ആത്മീയപരമായിട്ട് വളരെയധികം ഉയർന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു നദി പതുക്കെ ഒഴുകി പോകുന്നത് പോലെയുള്ള ലാഘവത്തോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നു.
ഒരുപക്ഷെ അതിന്റെ ഭൂരിഭാഗവും നിങ്ങൾക്ക് നേടിയെടുക്കാനോ സ്വന്തമാക്കാനോ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുപാട് ചോയ്സസ് ഈ വ്യക്തിക്കുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ട് കണ്ടുമുട്ടി? ഇനി കണ്ടുമുട്ടി കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമാണ് ഇതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ട് ഈ ഒരു പ്രണയബന്ധം നിലനിൽക്കുവാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ചിന്തിക്കാനും തുടങ്ങുന്നത്. ആ ഒരു ചിന്തകളിലൂടെ ഈ വ്യക്തി ഓടിയെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഈ പേഴ്സന്റെ ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്ന പാർട്ട്ണർ എന്നാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ട വ്യക്തികളായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥകൾ വളരെയധികം വ്യത്യസ്ത രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അതല്ല എങ്കിൽ ഒരു വ്യക്തി ഡിവോഴ്സായി നിൽക്കുന്നതോ മറ്റൊരു വ്യക്തി സിംഗിൾ പാരന്റോ ആയിരിക്കാം. എന്നിങ്ങനെയുള്ള പല ജീവിത സാഹചര്യത്തിലും, ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ പ്രായത്തിലും സാഹചര്യത്തിലും അവസ്ഥയിലുമാണ് നിങ്ങൾ ഇരുവരും കണ്ടുമുട്ടിയിട്ടുള്ളത്. ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുക, ജോലി മേടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി എങ്ങനെ തന്റെ ജീവിതത്തിൽ എത്തിപ്പെട്ടു എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്നാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ തുടങ്ങിയത്, ആ നിമിഷം മുതൽ തൊട്ടാണ് ഈ ഒരു പ്രണയബന്ധം പൊട്ടിമൊളിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പു പറയാനാകും. അതുമാത്രമല്ല, ഇവിടെ ഡെസ്റ്റിനേഷൻ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ട വ്യക്തികളാണ് എന്നും, നിങ്ങൾ കണ്ടുമുട്ടിയത് തെറ്റായിട്ടുള്ള സാഹചര്യത്തിലും സമയത്തിലുമാണെന്നും ഉള്ള ഒരു സത്യമാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വ്യക്തി. കാരണം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനോ സംസാരിക്കാനോ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. അതുകൊണ്ട് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം മനസ്സിൽ നന്നായി തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി ഇരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മാറ്റി നിർത്താൻ ഈ വ്യക്തി യാതൊരു കാരണവശാലും താല്പര്യപ്പെടുന്നില്ല. ഇതിനു മുമ്പ് പല കാരണങ്ങളാൽ ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വില പോയില്ല. കാരണം അതിൽ നിന്നും ഈ വ്യക്തിക്ക് പേടിപ്പെടുത്തുന്നതും ഒറ്റപ്പെടുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള തിരിച്ചടികളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും കോൺഫിഡന്റ് ആയി, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ നിൽക്കുന്ന ഈ വ്യക്തി മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ്. നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേക ഊർജം പ്രവഹിക്കുന്നുണ്ട് എന്നുള്ള തോന്നലുകളും ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒന്ന് ഈ വ്യക്തി മനഃപൂർവ്വം അകലാൻ ശ്രമിച്ചാൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു വേദന അനുഭവപ്പെടും. മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനാവശ്യമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയിൽ വന്നു ചേരും. അത് കാണുന്നതോടുകൂടി, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നതോടുകൂടി തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് മറ്റൊരു സത്യമാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങൾ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താനോ പ്രപഞ്ചശക്തി അനുവദിക്കുന്നില്ല. നിങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ലവേഴ്സ് ആയിട്ടോ മുന്നോട്ട് പോകാനാണ് പ്രപഞ്ചശക്തി പറയുന്നത്. അത് മാത്രമല്ല, എന്തൊക്കെയോ ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ടതായതാണ് എന്ന് ഇവിടെ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമായിരിക്കാം. ഫോണിൽ കൂടെയോ മറ്റ് യാതൊരു തരത്തിലുള്ള സംഭാഷണവും നിങ്ങൾക്കിടയിൽ ഒരുപക്ഷെ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. മറ്റുള്ളവർ ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസി ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ടുള്ള എന്തോ ഒരു ഇൻഫോർമേഷൻ, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണപ്പെടുന്നു. ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കൺഫ്യൂഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങളെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, മെനയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക.
ഈ വ്യക്തിയോട് എന്തൊക്കെയോ അനാവശ്യം പുലമ്പിക്കൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുക, ഒരുപാട് വഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, ഇത്തരം പ്രവർത്തികളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ആയുധങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായനാ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ഈ വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും സത്യസന്ധമായ അനുഗ്രഹവും ആത്മാർത്ഥ സ്നേഹവും നേട്ടങ്ങളും. അപ്പോൾ ഇന്നത്തെ വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമന്റ്, ഹൈപ്പ്. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.